ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ എന്നെക്കൊണ്ട് ഇതുവരെ നടക്കുമോ? പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോഴും നല്ല നല്ല ഐഡിയാസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ടിലോട്ട് നമ്മൾ പോകും. ഞാനിതെങ്ങാനും ഏറ്റെടുത്തിട്ട് എങ്ങാനും അബദ്ധം ആയാലോ, വലിയ വലിയ ഫെയിലിയേഴ്സിനെ ഞാൻ ഫേസ് ചെയ്യേണ്ട വന്നാലോ, എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളെ ഒന്ന് ഡൗട്ട് ചെയ്യുന്ന അവസ്ഥ. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഒരു ചിന്ത, ഒരു വിശ്വാസം പോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അവസ്ഥ സംഭവിക്കാറുണ്ടോ? ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് ഒരു കാര്യം പറയുന്നത്, അവർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നിന്നെ കൊണ്ടത് പറ്റും, നീ ട്രൈ ചെയ്യുക, ഒന്നും പേടിക്കണ്ട, ഞാൻ സപ്പോർട്ടിനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരോട് നല്ല സപ്പോർട്ടീവായിട്ടൊക്കെ നമ്മൾ നിൽക്കും. അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ ഒരു സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരുപാട് പോരായ്മകൾ വരുന്ന അവസ്ഥ അത് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഈ സെൽഫ് ഡൗട്ടിൻ്റെ റൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ കാര്യങ്ങളല്ല. ഇതിൻ്റെ ഒരു റൂട്ടെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തലുകളും ക്രിറ്റിസിസവും ഒക്കെ കേട്ട് വളർന്നു വരുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നിരിക്കും. നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകളോ ഒക്കെ ചിലപ്പോൾ വളരെ പെർഫെക്ഷനിസ്റ്റുകളായിരുന്നിരിക്കും. എന്ത് ചെയ്താലും നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് 100%. അതിന് താഴെ വരുന്ന ഒന്നും തന്നെ അതൊന്നും റെലവൻ്റ് അല്ല, അതിനൊന്നും കാര്യമില്ല, അതൊരു ഫെയിലിയർ ആയിട്ട് പോലും കണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെറുപ്പം തൊട്ടേ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി 100%-ന് താഴെ 95 വന്നാലും എത്ര വന്നാലും അതൊക്കെ ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ ചെയ്യുന്ന പോരായ്മകൾക്കൊക്കെ ചിലപ്പോൾ എപ്പോഴും ആളുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുകയും കറക്റ്റ് ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പലപ്പോഴും ഒരു തരത്തിലുള്ള ഒരു അപ്രീസിയേഷൻ ഒന്നും കിട്ടാതെ പോയിട്ട് അതിനെ വളരെ നോർമലായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതായിട്ട് സിമ്പിളായിട്ട് എടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്നൊക്കെയാണ് നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാമെന്നുള്ള ചിന്തിക്കുമ്പോൾ നമ്മളിതിൻ്റെ റൂട്ട് കോസിലേക്ക് പോവുക. എവിടെ നിന്നാണ് നമുക്ക് തുടങ്ങിയത്, അതിൻ്റെ കാരണത്തെ കണ്ടുപിടിക്കുക. ഈ പറഞ്ഞതുപോലെ പെർഫെക്ഷനിസ്റ്റുകളായിട്ടുള്ള പേരൻസോ മറ്റാളുകളോ ആണ് നമ്മളെ ഇതിലേക്ക് നയിച്ചതെങ്കിൽ നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഈ പെർഫെക്ഷനിസം ഉണ്ടാകുന്ന അവരുടെ വലിയ ആൻസൈറ്റിയിൽ നിന്നാണ്. ഈ 100% കിട്ടിയില്ലേ പിന്നെ ഒരു കാര്യമില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള അവരുടെ ഉത്കണ്ഠയിൽ നിന്നുണ്ടായതാണ്. അതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. പലപ്പോഴും നമുക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ 100% എല്ലാ തവണയും വേണമെന്നില്ല. നമുക്കല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. എല്ലാ ആളുകളും വളരെ പെർഫെക്റ്റും ജീനിയസും ഒന്നും അല്ല. അങ്ങനെയുള്ള ഇല്ലാത്തവരും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളെ തന്നെ മനസ്സിലാക്കുക. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു വാല്യൂ ഇല്ലാത്ത ആളായി തീരുന്നുണ്ടോ, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അബദ്ധമായി തീരുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. ചെറുതും വലുതുമായ പല കാര്യങ്ങളും പണ്ട് തൊട്ടേ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യവും അവരോട് കാണിക്കുന്ന ആ ഒരു കരുണയും കമ്പാഷനും ഒക്കെ തന്നെ നമ്മളോടും കാണിക്കുക. നമ്മളെ സെൽഫായിട്ട് സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. പലപ്പോഴും ഇത് ചെയ്യാതെ മാറി നിൽക്കുന്നതുകൊണ്ടാണ് പലതും നമ്മൾ അച്ചീവ് ചെയ്യാത്തത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് പതുക്കെ ഒരു റിസ്ക് എടുത്ത് നോക്കാം. റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ റിസ്കുകളൊന്നും അല്ല. നമുക്ക് നമ്മുടെ ഒരു കഴിവ് വെച്ച് നമുക്ക് ഈസിലി ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഡൗട്ടില്ലാതെ സ്വയം സമാധാനിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഓരോരോ പ്ലാനുകൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കാം.